സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ഇതിൽ നിന്ന്, കുടുംബത്തിലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു പരിധിവരെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. കുടുംബത്തിലെ കുടുംബം ബാലൻസ് ചെയ്യാതെ നമ്മൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല. എന്നാൽ സുവിശേഷം പ്രസംഗിക്കേണ്ടെന്നും അല്ല പറഞ്ഞത്. നിങ്ങൾ സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഭാര്യ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? സുവിശേഷത്തെ പ്രതി സ്വഭവനത്തെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പല സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഭാര്യയെ പറയുന്നുണ്ടോ? ഭാര്യയെ പറയുന്നുണ്ടോ ഇല്ലയോ? ഒരു സുവിശേഷത്തിൽ, എനിക്കൊന്ന് മർക്കോസാന്ന് തോന്നുന്നു, ഒരു സുവിശേഷത്തിൽ ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരും വിഷമിക്കണ്ട. ഭാര്യ ഉപേക്ഷിക്കാനല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയോ അപ്പം പലരും അതെടുത്തിട്ട് ഇടി ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട്, നീ ഇവിടെ ഇരുന്നോ, നീ പിള്ളേരെ നോക്കിയോ, ഞാൻ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് വരാം എന്ന് പറയുന്നു പോകുന്ന ആളുകളുണ്ട്. പല ഭാര്യമാരുടെയും കണ്ണീരും വേദനകളും ഞാനും എൻ്റെ ഭാര്യയും കേട്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയല്ല, സുവിശേഷം പ്രസംഗിക്കാൻ പോകണം. അതെങ്ങനെയാണ് പോകേണ്ടത്? ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഡോക്ടർ രാജേഷിനോട് പറയണം, എനിക്ക് ഒരു 10,000 രൂപ കടം വേണം, എനിക്ക് ഒരു 5,000 രൂപ തരാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ രാജേഷ് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ പൈസ തന്നേക്കാന്ന് പറയുന്നു. പൈസ തരുന്നു. ഞാൻ വീട്ടിൽ ചെല്ലുന്നു. ഒരാഴ്ചയായിട്ട് ഡോക്ടർ രാജേഷ് ഇപ്പം കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ ഡോക്ടർ രാജേഷിനെ വിളിച്ച് പറയാണ്, ഡോക്ടറെ, ഞാൻ 5,000 രൂപയെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ 5,000 രൂപ ഉപേക്ഷിക്കുകയാണ്. ഞാൻ ഡോക്ടർ രാജേഷിന് കൊടുക്കാനുള്ളത് അങ്ങോട്ടാണ്. എന്നിട്ട് ഞാൻ വിളിച്ച് പറയുകയാണ്, ഞാനങ്ങ് ഉപേക്ഷിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ നടക്കുമോ? അവിടെ ആരാ ഉപേക്ഷിക്കേണ്ടത്? ഉപേക്ഷിക്കേണ്ടത് ആരാ? കിട്ടാനുള്ളയാളാണ് ഉപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ? കിട്ടാനുള്ളയാളാണ് ഉപേക്ഷിക്കേണ്ടത്. അതായത് ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഭാര്യയിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് ഉപേക്ഷിക്കാം, പക്ഷെ അവർക്ക് കൊടുക്കാനുള്ളത് ഉപേക്ഷിക്കേണ്ടത് ആരാ? അത് ഭാര്യ ഉപേക്ഷിക്കണം. അതായത് ഭാര്യയുടെ സമ്മതവും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഡിസേൺമെൻറ്റും ഇല്ലാതെ നമ്മൾ സുവിശേഷ പ്രഘോഷത്തിന് ഇറങ്ങിയാൽ അതിലൊരു അപകടമുണ്ട്. ചിലപ്പോൾ 100,000 പേര് കേൾക്കുമായിരിക്കും, പക്ഷെ അവിടെ ഫലപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് വേണം ആ സുവിശേഷം പൊട്ടിപ്പുറപ്പെടാൻ. അതായത് എനിക്ക് എൻ്റെ ഭാര്യയോട്, ഇപ്പം ഇന്ന് ഞാനിവിടെ രാവിലെ എഴുന്നേറ്റ് പോരുന്നെങ്കിൽ, ഇന്നലെ രാത്രി പിള്ളേർ നേരത്തെ കിടന്നുറങ്ങി, ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നും ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അതൊക്കെ തീരുമാനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ അവൾ ഓക്കെ ആയിരിക്കും, ഇവർക്ക് ലീവ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അവൾ കംഫർട്ടബിൾ ആകും എന്ന് അവൾക്ക് ഉറപ്പ് വരുത്തി ഞാനും ഉറപ്പിച്ചിട്ടേ എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നീ നോക്കിക്കോ, മത്തായി 6:31 വചനം വ്യർത്ഥമായിട്ട് ഉപയോഗിച്ച് എല്ലാം കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഉത്തരവാദിത്തക്കുറവ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ ഏത് സമയവും കുടുംബത്തെ വെറ്റിക്കിടക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം. കാരണം വചനം പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. കാരണം സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല, എനിക്ക് ദുരിതം എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്നതാണ്, സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പാദങ്ങൾ എത്ര മനോഹരമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കുന്നില്ല എനിക്ക് ദുരിതം. എൻ്റെ കുടുംബം മറ്റുള്ളവർക്കൊരു സുവിശേഷമാകണം. അതിൽ ചിലപ്പോൾ എന്നെ പോലെയോ അല്ലെങ്കിൽ മറ്റിപ്പോൾ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നതിലോ പോയി ക്ലാസ് എടുക്കുന്നതായിരിക്കും സുവിശേഷം. ചിലപ്പോൾ ഏതെങ്കിലും ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്നതായിരിക്കും സുവിശേഷം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർസെഷൻ ആയിരിക്കും സുവിശേഷം. ഏതെങ്കിലും ഭാഗമായിട്ട് നിങ്ങൾ സുവിശേഷത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1, അതെൻ്റെ കടമയാണ്. 2, അത് ചെയ്യുന്നത് എനിക്ക് ഗുണമാണ്. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാദങ്ങൾ സുന്ദരമാകും. അതായത് എൻ്റെ യാത്രകൾ സുന്ദരമാകും. എൻ്റെ മുമ്പോട്ടുള്ള വഴികൾ സുന്ദരമാണെങ്കിൽ തമ്പുരാൻ എന്നോട് പറയുന്നു, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തമ്പുരാൻ എന്നോട് പറഞ്ഞത്, നീ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും ഈശോയെ അറിയുകയാണെങ്കിൽ എത്ര മനോഹരമായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾ, ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകളെ തപ്പിപ്പോയി നെയ്ബേഴ്സ് ആക്കുക. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഈശോയെ അറിയുകയും, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ പഞ്ചായത്ത് ഇത്തവണ ഇലക്ഷൻ നടന്നു, ഇലക്ഷന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈശോയെ അറിയുന്നവരാണെങ്കിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കേരളവും എത്ര മനോഹരമായിരുന്നു. എൻ്റെ ഇവിടെ സുവിശേഷം എന്താ പറയുക, അത് വലുതാവും തോറും ആ നാടും ആ സമൂഹവും നമ്മളും മനോഹരമാവും. നമ്മുടെ ജീവിതവും കഷ്ടപ്പാടുണ്ട്. സുവിശേഷ പ്രസംഗത്തിൻ്റെ കൂടെ തന്നെ അവിടെ പീഡനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് ഒറ്റ കാര്യമാണ് ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞേക്കുന്നത്. എന്ത്? നിത്യജീവൻ. അതിന് ലക്ഷ്യമായിരിക്കണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിളിയാണ്, നമ്മുടെ കടമയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മൾ പറഞ്ഞ സമൂഹത്തിലേക്ക് നമ്മൾ സുവിശേഷമായിട്ട് ഇറങ്ങുന്ന മിനിസ്ട്രികൾ നമുക്കുണ്ടാകണം. അപ്പം എനിക്ക് ഏറ്റവും വിവാഹത്തിന് മുമ്പ് ബൈബിളിൽ പറയുന്നുണ്ട്, ഒരാൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവനെ 1 വർഷത്തേക്ക് സൈനിക സേവനത്തിന് വിളിക്കരുതെന്ന്.
വായിച്ചിട്ടുണ്ടോ? എനിക്കൊന്നു പഴയ നിയമത്തിൽ ഒരിടത്താണ് സൈന്യ സ്നേഹം. അത് ഉദ്ദേശിക്കുന്ന ഇതാണ്, കുടുംബമായിട്ടൊരു ബന്ധം, ഭാര്യയായിട്ടൊരു ബന്ധം അവിടെ ഉണ്ടാകണം. ഒരിക്കൽ ഞാൻ എന്നെ ഒരു അച്ഛൻ ഇങ്ങനെ നമുക്കൊരു സെഷൻ എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യം ഓർമ്മയിലേക്ക് വരികയാണ്. അച്ഛൻ പറയുമായിരുന്നു, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു മിനിസ്ട്രി രൂപപ്പെടുന്നത്. മിനിസ്ട്രി എന്ന് വെച്ചാൽ നിങ്ങളുടെ വിളി എന്താണ്, ഈ കുടുംബത്തിൻ്റെ വിളി എന്താണ്, എൻ്റെ മിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ തമ്പുരാനോട് ചോദിച്ച് ആ മിഷനിലേക്ക് നമ്മൾ ഇറങ്ങണം. ഇപ്പം എൻ്റെ മിഷൻ പ്രോ ലൈഫ് മിനിസ്ട്രിയിലാണെങ്കിൽ തന്നെയും അതല്ല, അതിനപ്പുറം എന്തോ ഉണ്ടെന്നുള്ളത് തമ്പുരാൻ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്. എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ തമ്പുരാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിസ്ട്രിയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കും. ഞങ്ങൾ ആ പ്രാർത്ഥനയിലാണ്, ആ ഡിസേൺമെൻറ്റിലാണ്. നമ്മൾ അങ്ങനെ ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ നമ്മുടെ മക്കൾ ഒരുമിച്ച്, ഇപ്പം ശരിയാണ്, ഇപ്പം നമ്മൾ മിഷന് പോകുന്നു, ചില യാത്രകൾ നടത്തുന്നു, ഇതെല്ലാം എൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരു അൾട്ടിമേറ്റ് മിഷനിലേക്ക്, ഒരു വലിയ ഫ്രൂട്ടിലേക്ക് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, മാറി നിന്നുകൊണ്ടല്ല, സഭയോട് ചേർന്നുകൊണ്ട് ഈ ഫാമിലിയാരിറ്റീസ് കൺസോർഷ്യം പറയുന്ന മൂന്നാമത്തെ, നാലാമത്തെ കാര്യത്തിൽ ഒന്ന് നമ്മളൊരു കൂട്ടായ്മയാണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം കുടുംബം ജീവനെ പരിപോഷിപ്പിക്കുന്നവരാവുക. അതായത് കൂടുതൽ മക്കളെ സ്വീകരിക്കുകയും ഉത്തരവാദിത്തോടെ അവരെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. സാധനത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് സമൂഹത്തിൻ്റെ നന്മ, സമൂഹത്തിൻ്റെ വളർച്ചയിൽ പങ്കാളിയാവുക, അല്ലെ എൻ്റെ ഉന്നമനത്തിന് പങ്കാളിയാവുക. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നവരാണ്. അവിടെ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ആരെ കോംപ്രമൈസ് ചെയ്യരുത്? ഈശോയെ കോംപ്രമൈസ് ചെയ്യരുത്. നമുക്ക് ദൈവം തന്ന ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങളെ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം 10 കൽപ്പനകൾ നമ്മളോട് പാലിക്കുന്നവരായിരിക്കണം. അവിടെ വിഗ്രഹാരാധന പാടില്ല, അവിടെ നമ്മൾ കള്ളം ചെയ്യാൻ പാടില്ല, അവിടെ മോഷ്ടിക്കാൻ പാടില്ല, അവിടെ തെറ്റായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം അതൊക്കെ സുവിശേഷത്തിന് ദോഷകരമായിട്ട് മാറും ഉതപ്പായി കഴിഞ്ഞാൽ.